എം പ്രകാശൻ, ഇവിടെ ദല്ലാളത്തെ DPIയെ രക്ഷപ്പെടുത്താനാണെങ്കിലും പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടന്നൊരു സ്ത്രീകൾ സ്വഭാവത്തിനുണ്ടായി. BJPയിലേക്ക് പോകാൻ EP 90% ചർച്ചകൾ പൂർത്തിയാക്കിയെന്ന് പിന്നീട് പറയുന്നു. ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി ആധികാരികമായി പറയലാണ്. അതിനെക്കുറിച്ച് പറയുന്നത് EP ജയരാജന്റെ വ്യക്തിയെക്കുറിച്ചല്ല, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെക്കുറിച്ചാണ്. അതിൽ ഒരു പ്രതികരണം നടത്തണമെങ്കിൽ CM പ്രകാശൻ മാഷ് നടത്താം. എന്താണ് നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ CPMന് കേരളത്തോട് പറയാനുള്ളത്? CM പ്രകാശൻ. അല്ല, CPMന് എന്താണ് പറയാനുള്ളത് എന്ന് പറയണമെങ്കിൽ ഇവിടെ നിങ്ങളും അതുപോലെ തന്നെ രാഹുൽ മാക്കൂട്ടത്തിലും ഉന്നയിച്ച ആക്ഷേപങ്ങൾക്കുള്ള മറുപടി പറഞ്ഞിട്ട് വേണമല്ലോ ഇക്കാര്യം പറയാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ എന്തിനാണ് 24 പോലെയുള്ളൊരു മാധ്യമം തെരഞ്ഞെടുപ്പിന് വെറും 12 മണിക്കൂർ മുമ്പ് ഇത്തരമൊരു കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുള്ളത് മലയാളി കൃത്യമായിട്ട് മനസ്സിലാവും. പ്രത്യേകിച്ച് ഹാഷ്മിയാണ് ഇതിൻ്റെ ചുമതലക്കാരൻ എന്ന് വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന് പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര മാസമായി? 2.5 മാസക്കാലമായി. ഈ 2.5 മാസക്കാലം ഉന്നയിക്കാത്ത ഒരു വിഷയം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് 12 മണിക്കൂർ മുമ്പ് ഉന്നയിക്കുന്നതിൻ്റെ ന്യായം എന്താ? ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം പകൽ വെളിച്ച പോലെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കേരളത്തിൽ ഇടതു തരംഗമാണ്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി പല സ്ഥലത്തും രംഗത്ത് പോലും ഇറങ്ങിയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിളക്കമാർന്ന വിജയത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കാൻ വേണ്ടി കഴിയുമോ എന്നൊരു ദുഷ്ടലാക്കല്ലാതെ 24ൻ്റെ ചർച്ചക്കോ ഹാഷ്മി അതിന് നേതൃത്വം കൊടുക്കുന്നതിലോ അതുപോലെ തന്നെ ഇവിടെ മാക്കൂട്ടത്തിൽ പറഞ്ഞ കാര്യത്തിലോ യാതൊരു കഴമ്പുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തൊരു തൊലിക്കെട്ടിയാണ് ഇവിടെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച്? ഇന്ത്യയിൽ ഇപ്പോൾ അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്ത് 10 സീറ്റിൽ BJPക്കാർ ഏകപക്ഷീയമായിട്ട് ജയിച്ചു. ആരാ ആ ജയമുണ്ടായി കൊടുത്തത്? കോൺഗ്രസ് അല്ലേ? നമ്മൾ കണ്ടു ഗുജറാത്തിൽ സൂറത്തിൽ ഒരു സീറ്റിൽ മത്സരിച്ച് അവിടെ ഡമ്മി സ്ഥാനാർത്ഥിയെയും സ്ഥാനാർത്ഥി മെന്മയും എല്ലാം പിൻവലിച്ച് BJPക്ക് ജയിക്കാൻ ആവശ്യമായ നിലക്കുള്ള സാധ്യത ഉണ്ടായി കൊടുത്തു. ആരാ? കോൺഗ്രസ് അല്ലേ? BJPക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മത്സരിക്കാതെ സീറ്റ് കിട്ടി. അത് ഉണ്ടാക്കിയ ആളല്ലേ ഇവിടെ ഞങ്ങൾക്കെതിരെ പറയുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, ആസാം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത് ബിസ്വ ശർമ്മ അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശ്രദ്ധയിലുണ്ട്. കേരളത്തിലുള്ള ഒരു പറ്റം കോൺഗ്രസ് നേതാക്കന്മാർ പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി NDAയിൽ ചേരാൻ ഞാനുമായിട്ട് ചർച്ച ചെയ്തു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്ര വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ നടന്ന 2 ദിവസത്തിനുള്ളിലാണ്. അതൊന്നും നിങ്ങൾക്ക് ചർച്ചയല്ല. നിങ്ങൾക്ക് ആരോ പറഞ്ഞിരിക്കുന്ന എന്തോ അത് സംബന്ധിച്ച് EP ജയരാജൻ കാര്യം പറഞ്ഞല്ലോ. ആ കാര്യത്തിലുള്ള തന്നെ നിലപാട് എന്താണ്? പിന്നെന്താ ചർച്ച ചെയ്യേണ്ട വിഷയമുള്ളത്? EP ജയരാജനൊക്കെ ഇതിന് ഒരുപാട് കാലമായിട്ട് കേരളം അറിയും. നിങ്ങൾ അദ്ദേഹം BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആരെ വിശ്വസിക്കുക? അത് വെച്ചൊരു ചർച്ച നടത്തുന്നതിന് എന്താ ന്യായമുള്ളത്? ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു പിന്നെ വലിയ നിലക്ക് പിന്നെ ഈ ചർച്ചയുടെ ഒരു പരിസരം അത് കൃത്യമായ നിലക്ക് നിങ്ങൾക്ക് ധാരണ വേണം. ആ പരിസരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച നിലക്കുള്ള ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പ് നേരാൻ പോകുന്നു. ഇതാണ് ഇതിൻ്റെ പരിസരം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ 20-20 എന്ന നിലക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. 20-20 ജയിച്ചാൽ ഈ കോൺഗ്രസിൻ്റെ എത്ര ആളുകൾ അതിനകത്തുണ്ടാവുമെന്ന് ആർക്ക് പറയാൻ വേണ്ടി കഴിയും? ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയ മനുഷ്യൻ, നിങ്ങൾ കാണാൻ വേണ്ടി സൂറത്ത് സീറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ ചോദിച്ചു വാങ്ങിയതാണ് ആം ആദ്മി പാർട്ടിയുടെ കയ്യിൽ നിന്ന് നിർബന്ധിച്ചിട്ട്. എന്നിട്ട് അവിടെ ഒരാൾ മത്സരിപ്പിച്ചിട്ട് ആ സീറ്റ് BJPക്ക് പിന്നെ കൊടുത്തിട്ട് നാണമില്ലാതെ വന്ന് പറയുന്നു ഇവിടെ CPMും അതുപോലെ തന്നെ LDF ഈ BJP തമ്മിൽ എന്തോ ധാരണയുണ്ടെന്ന്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഏതു കാര്യത്തിൽ കേരളം മോശമാണെന്നാണ് ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നത്? നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഇവിടെ നിതി ആയോഗ് പ്രധാനമന്ത്രിയാണല്ലോ ചെയർമാൻ. 24 കാര്യങ്ങളിൽ ഒന്നാമത്തെ സ്റ്റേറ്റ് കേരളമാണ്. സുസ്ഥിര വികസനം ഒന്നാമത് കേരളം, മാനവശേഷ വികസനം ഒന്നാമത് കേരളം, സ്ത്രീ സുരക്ഷ ഒന്നാമത് കേരളം, ക്രമസമാധാനം ഒന്നാമത് കേരളം. ഇപ്പോൾ തൊഴിലില്ലായ്മ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ഇവിടെ UPSC ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പ് ഒരു കണക്ക് പറഞ്ഞു. അതെന്താ? ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്ന ഒന്നാമത്തെ സ്റ്റേറ്റ് കേരളം. ഇതൊന്നും കോൺഗ്രസ്സുകാർക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ലേ? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ധനക്കമ്മി കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ റവന്യൂ കമ്മി കേരളത്തിൽ. ഏതു കാര്യത്തിൽ കേരളം മോശമാണ് നിങ്ങൾ പറയുന്നത്? കേന്ദ്ര ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഈ കേരളത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെല്ലാം ചെറുത്ത് കേരളം ഒന്നാമതാകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രയാസം ഉണ്ടാക്കും. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിക്കുന്ന ആർക്കും പകൽ വെളിച്ചം പോലെ കാണാൻ വേണ്ടി കഴിയുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷം നടപ്പെടുന്നു. എന്തുകൊണ്ട്? ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇവർക്ക് നരേന്ദ്രമോദി പിന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗീയതയെ സംബന്ധിച്ച് ഒന്നും പറയാനില്ലല്ലോ. എന്ത് വൃത്തികേടുകളാണ് പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനെ സംബന്ധിച്ച് മാക്കൂട്ടത്തിൽ ഒന്നും പറയാനില്ല. BJPക്കാർ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയിട്ട് സീറ്റ് വാങ്ങിയതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ വർഗീയ വിഷം ചീറ്റുന്ന BJPക്കാരെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. പിന്നെ BJPയുടെ നില എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. BJPക്ക് ഒരൊറ്റ സീറ്റിലും
രണ്ടാം സ്ഥാനത്ത് പോലും വരാൻ കഴിയില്ല എന്നുള്ളത് ആർക്കാ മനസ്സിലാവാത്തത് എന്ന് പറയാം. ഞങ്ങളും അവരും തമ്മിൽ എന്തോ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഒരു കാരണം BJPയുടെ നില എന്താ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവർക്ക് കിട്ടിയിരിക്കും 15%, പിന്നെ 12%. ഉള്ള MLA സ്ഥാനം പോയി. അതല്ലേ BJPയുടെ നില. താങ്കൾ സമയമെടുത്ത് പറഞ്ഞു കാര്യങ്ങൾ. താങ്കൾ എന്നെ കൂടി വ്യക്തിപരമായി ഞാനെന്തോ അധമപ്പണിക്ക് നേതൃത്വം നൽകുന്നു എന്ന രീതിയിൽ താങ്കൾ എടുത്തു പറയുന്നത് കാരണം ചോദിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നന്ദകുമാർ പറഞ്ഞത് പോട്ടെ, അതിന് പുല്ലുവില കൊടുത്ത് അദ്ദേഹത്തെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആരോ ഒരാളെന്ന് അധിക്ഷേപിച്ച് കളഞ്ഞാലും സാർ അവിടെ ആലപ്പുഴയിലെ ഒരു സ്ഥാനാർത്ഥി, ആലപ്പുഴയിലെ BJPയുടെ ഒരു സ്ഥാനാർത്ഥി പറയുകയാണ്, EP ജയരാജൻ BJPയിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തി. EP ജയരാജന്റെ മകൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു. EP ജയരാജന് വേണ്ടി നന്ദകുമാർ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്ത തെളിവിന്റെ വാട്സാപ്പിലുണ്ട്. ഇതൊന്നും ഇത് വെറും ആരോപണം മാത്രമായി തള്ളിക്കളയണോ? ഒരു വക്കീൽ നോട്ടീസ് അയക്കേണ്ടത് EP ആണോ? അത് കേന്ദ്ര കമ്മിറ്റി ആയിരിക്കുന്നത് CPM ആണോ? CM പ്രകാശൻ ഒരു വക്കീൽ നോട്ടീസ് എങ്കിലും അയക്കണ്ടേ ശോഭാ സുരേന്ദ്രന്? മുഖ്യമന്ത്രി വലിയ ബട്ട്ലർ ഞാൻ പറയാം, അത് നാളെയല്ലേ? അത് നമ്മൾ ആലോചിക്കുമല്ലോ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി വലിയ ചെമ്പിനകത്ത് സ്വർണം കടത്തിയെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ഇതേ BJPക്കാരല്ലേ? ഞങ്ങൾ കേരളത്തിൽ ഭരിക്കും എന്ന് പറഞ്ഞ ആരാ? ഇതേ BJPക്കാരല്ലേ? 30 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കും പറഞ്ഞ ആരാ? ഇതേ BJPക്കാരല്ലേ? മുഖ്യമന്ത്രിയാകാൻ ഓഫീസ് തുറന്നിരിക്കുന്നത് ആരാ? ഇതേ BJPക്കാരല്ലേ? ആ BJPക്കാരുടെ വാക്ക് വിശ്വസിക്കേണ്ട ആവശ്യം എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ മാത്രം BJPക്കാരെല്ലാം പറയല്ലോ. കാരണം അവർക്ക് ഈ കേരളത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. പ്രകാശം മാഷയെ പറ്റി പറഞ്ഞോ? തീഭയത്തിന് ആവശ്യമില്ലല്ലോ, അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അല്ല, അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പ്രകാശം മാഷയെ പറ്റി പറഞ്ഞോ? ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയനെ പറ്റി പറഞ്ഞോ? ശോഭാ സുരേന്ദ്രൻ ഇവിടുത്തെ ഏതെങ്കിലും CPM നേതാക്കളെ പറ്റി പറഞ്ഞോ? താങ്കൾ പറയുന്നത് പോലെ ഉണ്ടയില്ല അവിടെ വെക്കാനാണെങ്കിൽ ആർക്കും എങ്കിൽ പിണറായി വിജയനെ പറ്റി പറഞ്ഞൂടെ? അങ്ങനെ പറയാണെങ്കിൽ പിണറായി വിജയന്റെ മകളെ ഞാൻ BJPയുടെ നേതാവ് രാജഗോപാലുമായി റേസസ് ഹോട്ടലിൽ കണ്ടു എന്ന് പറഞ്ഞൂടെ? അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞത് EP ജയരാജന്റെ പുത്രനെ ഈ പറയുന്ന ഹോട്ടലിൽ BJPയുടെ എന്താണ് ഒരു ഭാഷാ ലിംഗ്വിസ്റ്റിക് വിഭാഗം സംസ്ഥാന നേതാവുമായി ഒരുമിച്ചാണ് ഞാൻ ആദ്യം കാണുന്നത് എന്ന് ആധികാരികമായി പറയുന്നതാണ്. അതിന് മറുപടി വേണം CM പ്രകാശൻ, അതിന് ക്ലാരിറ്റിയോടെ മറുപടി വേണം. ഈ പിണറായി വിജയൻ ക്ലാരിറ്റിയോടെ മറുപടി EP ജയരാജനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പറയേണ്ടത്. ഇത് പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഇല്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരാളെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന കാര്യത്തിന് അയാൾ പറയുന്ന വാക്കല്ലേ നിങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇനി അല്ല, നിങ്ങൾക്ക് തെളിവുണ്ട്, നിങ്ങൾ തെളിവ് പറയൂ. എന്തെങ്കിലും BJPക്കാർക്ക് പറയാൻ എന്താ പണി? അവർ ഈ പറയുന്ന പോലെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒന്നും പറയാതിരുന്നിട്ടുണ്ടോ? MV ഗോവിന്ദ മാഷ്ക്കെതിരെ വല്ലതും പറയാതിരുന്നിട്ടുണ്ടോ? കേസ് കൊടുത്തല്ലോ ഗോവിന്ദ മാഷ്. ഇവിടെ പിന്നെ EP ജയരാജന്റെ ഭാര്യ കേസ് കൊടുത്തല്ലോ പത്രത്തിനെതിരായിട്ട് കളവ് പറഞ്ഞതിന്റെ പേരിൽ. അതൊക്കെ ഏതുതരം കേസുകളാണ്? അതൊക്കെ ഏതുതരം ആരോപണങ്ങളാണ്? അതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ തള്ളാമെങ്കിൽ BJPയിലേക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെറുക്കുമെന്ന് അവകാശപ്പെടുന്ന BJPയിലേക്ക് ചർച്ചകൾ 90% പൂർത്തിയാക്കി എന്ന് BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ആർജവത്തോടെ കേരളത്തോട് പറയുകയാണ്. തെറ്റാണ് നൃത്ത സംബന്ധം എന്ന് കരുത്തോടെ പറയണ്ടേ? ജയരാജൻ EP ജയരാജൻ അദ്ദേഹത്തിന്റെ പാർട്ടിയും അങ്ങനെ പറയുന്നുണ്ടോ ഇതുവരെ? ശുദ്ധ സംബന്ധം സംശയമുള്ളത്. ശോഭാ സുരേന്ദ്രനൊക്കെ എന്താ പറഞ്ഞുകൂടാത്തത്? അവരൊക്കെ ഇവിടെ എന്തെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കേട്ട കാര്യമാണല്ലോ. ഇതുവരെ എന്തെല്ലാം വൃത്തികേടുകൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കേരളം കേട്ടതാണ്. അതിനുള്ള സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJPക്കാരും കോൺഗ്രസ്സുകാരും നിങ്ങളുമെല്ലാം കൊണ്ടുപിടിച്ചിട്ട് കേരളത്തിലെ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും വേട്ടയാടാൻ ശ്രമിച്ചിട്ട് അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ 2ാം ഊഴമുള്ള മുഖ്യമന്ത്രിയായത്. LDFന്റെ സീറ്റ് വലിയ രൂപത്തിൽ വർദ്ധിച്ചത്, LDFന്റെ വോട്ടിംഗ് ശതമാനം വലിയ രൂപത്തിൽ വർദ്ധിച്ചത് ജനങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്, ജനങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അവസാനം 12 മണിക്കൂർ തെരഞ്ഞെടുപ്പുള്ളപ്പോൾ ഒരു ഉണ്ടയില്ല വഴി നിങ്ങളെല്ലാം കൂടി പൊട്ടിച്ചാൽ വിശ്വസിച്ച് കളയും എന്ന് കേരളത്തെ അറിയുന്ന ആരും തന്നെ ഞങ്ങളെല്ലാം കൂടെ പൊട്ടിക്കുന്നതാണ്. ഇത് കേസുദാകരൻ തുടക്കം ഇട്ടു, ദല്ലാൽ നന്ദകുമാർ EP രക്ഷിക്കാനെത്തി, EP വാർത്താ സമ്മേളനം നടത്തി, തുടർന്ന് ശോഭാ സുരേന്ദ്രൻ നടത്തുന്നു. ശോഭാ സുരേന്ദ്രൻ എന്തൊക്കെയോ ആരോപണം പറയുന്നു. EPയുടെ മകനയച്ച വാട്സാപ്പ് ചാറ്റിന്റെ ഫോണിലുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഇത് ഞങ്ങൾ പൊട്ടിക്കുന്നതാണോ? ഞങ്ങൾ പൊട്ടിക്കുന്നത് എങ്ങനെയാണ്? അവകാശപ്പെട്ടോടെ അവിടെ എന്താ? കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം പോലും ചർച്ചയ്ക്ക് വെക്കാൻ താല്പര്യമില്ല, പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നില്ല. ഇടതുപക്ഷത്തിനെതിരായിട്ട് എന്ത് വാർത്തകളും ചർച്ച ചെയ്യാവുന്നു. അത് എന്താ ഈ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തെ വേട്ടയാടാനുള്ള വാർത്തകൾ ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം
മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം കൊടുക്കുന്നില്ല എന്നൊന്ന് പറഞ്ഞാൽ ശരിയാവുമോ? എല്ലാ വാർത്താ സമ്മേളനം കൊടുക്കുന്നുണ്ട്, വെറുതെ പറയലാണ്. ഓക്കെ, ശരി. എല്ലാ വാർത്താ സമ്മേളനം കൊടുക്കുന്നുണ്ട് ശ്യാം പ്രകാശൻ, എല്ലാ വാർത്താ സമ്മേളനം കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഇന്നലെ ഒറ്റ മണിക്കൂറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ഇന്റർവ്യൂ, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഞങ്ങൾ കൊടുത്തത്. വെറുതെ അങ്ങ് പറയലാണോ? കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, 24 നടത്തിക്കൊണ്ട് 24 ഉൾപ്പെടെയുള്ള മാതൃഭൂമി, മനോരമ, ഏഷ്യാനെറ്റ്, 24 ഇവരെല്ലാം ചർച്ചക്കിടുന്ന വിഷയങ്ങൾ മലയാളിക്ക് അറിയാലോ. ആ വിഷയങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും മലയാളിക്ക് അറിയാലോ. ചർച്ചയിൽ CPM വിരുദ്ധരായിട്ടുള്ള 3 പേര് CPM-ന് ഒരാളെ ചർച്ചയ്ക്ക് പങ്കെടുപ്പിക്കുന്നത് എന്തിനാണെന്നുള്ളത് അറിയാലോ. അതെല്ലാം മലയാളിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. മലയാളി വിഡ്ഢികളൊന്നുമല്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വിദ്യാഭ്യാസമുള്ള, ചിന്തിക്കാൻ കരുത്തുള്ള ജനതയെ മലയാളികൾ. അവിടെ നിങ്ങൾ എന്തെങ്കിലും നിലയ്ക്ക് ഞങ്ങളെ അവമാനിക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ടൊന്നും അപമാനപ്പെട്ടു പോകുന്ന ഒന്നല്ല CPM LDF എന്ന് മനസ്സിലാക്കി നല്ലതാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ 4 നിങ്ങൾ കൃത്യമായിട്ട്